ഹായ് ഓൾ. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്, നൈസ് പത്തിരി, ദോശ ഇവയുടെയൊക്കെ കൂടെ സൂപ്പർ കോംബോ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം. സേവ് ചെയ്ത് വെച്ചോളൂ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അതിനായിട്ട് തലേന്ന് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു വലിയ സവാള, തക്കാളി, പൊട്ടറ്റോ, ക്യാരറ്റ്, ആവശ്യത്തിന് പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 4-5 ഫിസിൽ വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇവ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മിക്സ്ചർ നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് വീണ്ടും തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ കടുക് വറുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.